ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വയം കോഴ്സായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ ഒരു ഭാഗമാണ് തിയറീസ് ഓഫ് ജീൻ പിയാഷെ, കോൾബർഗ്, എറിക്സൺ. അപ്പോൾ അതാണ് ഇവിടെ വളരെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി അതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഹൗ ചിൽഡ്രൻ കൺസ്ട്രക്റ്റ് നോളജ്. ഇതിൽ 4 സ്റ്റേജാണ് പറയുന്നത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് 0 to 2 years ആണ്. ലേണിംഗ് ത്രൂ ഫിസിക്കൽ ഇൻട്രാക്ഷൻ, ഒബ്ജക്റ്റ് പെർമനൻസ് ഡെവലപ്മെൻറ്റ് ആണ് അവിടെ നടക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അത് 2 to 7 years ആണ്. അവിടെ സിംബോളിക് തിങ്കിങ്ങും ഈഗോ സെൻട്രിസവും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 7 to 11 years ആണ്. ലോജിക്കൽ തിങ്കിങ് ആൻഡ് കോൺക്രീറ്റ് ഇവൻറ്റ്സ്, കൺസർവേഷൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ്. അടുത്തത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ 12+ years ആണ്. അപ്പോൾ അവിടെ അബ്സ്ട്രാക്റ്റ് റീസണിങ്ങും ഹൈപ്പോതെറ്റിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലൊക്കെ ഈ പോയിൻറ്റ്സൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതിൽ നമുക്ക് എത്ര സ്റ്റേജസ് ആണ് പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയിലുള്ളത്? 4 സ്റ്റേജാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സെൻസറി മോട്ടോർ എന്ന് പറയുന്നത് 0 to 2 years, പ്രീ ഓപ്പറേഷണൽ എന്ന് പറയുന്നത് 2 to 7 years, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 years, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12+ years ആണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ലേണിംഗ് ത്രൂ ഫിസിക്കൽ ഇൻട്രാക്ഷൻ, ഒബ്ജക്റ്റ് പെർമനൻസ് ഡെവലപ്സ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 ആണ്. സിംബോളിക് തിങ്കിങ്ങും ഈഗോ സെൻട്രിസവും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ആണ് കേട്ടോ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 7 to 11 ആണ്. അവിടെ ലോജിക്കൽ തിങ്കിങ് അബൌട്ട് കോൺക്രീറ്റ് ഇവൻറ്റ്സ്, കൺസർവേഷൻ, ക്ലാസിഫിക്കേഷൻ. ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് പ്രോബ്ലം സോൾവിങ്ങും ഹൈപ്പോതെറ്റിക്കൽ തിങ്കിങ്ങും അബ്സ്ട്രാക്റ്റ് റീസണിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ആരുടെയാണ്? ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി. നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി ബൈ എറിക്സൺ. ഇവിടെ ഇമ്പോർട്ടൻസ്, അതായത് ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണ്? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എക്രോസ് ലൈഫ് സ്പാൻ ആണ്. ഇവിടുത്തെ സ്റ്റേജസ്, ഇവിടെ 5 സ്റ്റേജസ് ആണ് പറയുന്നത് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. 0 to 1 yearലാണ് ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത്. എന്താണ് ഇവിടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് 0 to 1 years ആണ്. ഇൻഫാൻസ് ലേൺ ടു ട്രസ്റ്റ് കെയർ ഗീവേഴ്സ്. സെക്കൻഡ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. 1 to 3 years ആണ്. 1 to 3 years. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് 0 to 1 years, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് 1 to 3 years ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇവിടെ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടിൽ ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. ഇവിടെ 1 to 3 years ആണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ടാണ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് 3 to 6 years ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 3 to 6 yearsൻ്റെ ആ ഒരു ഏജ് പറയുന്നത് 3 to 6 years ആണ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ടാണ്. അസേർട്ടിംഗ് കൺട്രോൾ ത്രൂ ഡയറക്റ്റിംഗ് പ്ലേ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അതാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. ഫോർത്ത് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അത് 6 to 12 yearsൻ്റെ അതാണ് ഏജ് ഗ്രൂപ്പ് കേട്ടോ. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഗെയിനിങ് കോമ്പറ്റൻസ് ഇൻ സ്കൂൾ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ആ ഒരു ഗെയിനിങ് കോമ്പറ്റൻസ് ഇൻ സ്കൂൾസ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോള്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ്. ഇവിടെ 12 മുതൽ 18 വയസ്സ് അതാണ്. ഡെവലപ്പിംഗ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇത്രയാണ് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിലെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ സ്റ്റേജും ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം.
ഫസ്റ്റ് സ്റ്റേജ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. 0 to 1 ഇയർ ആണ്. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഔട്ട് 1 to 3 ഇയേഴ്സ് ആണ്. അവിടെ സെൽഫ് കൺട്രോൾ ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്ന് പറയുന്നത് 3 to 6 ഇയേഴ്സ് ആണ്. അവിടെ അസേർട്ടിങ് കൺട്രോൾ ത്രൂ ഡയറക്റ്റിംഗ് പ്ലേ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. ഫോർത്ത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. 6 to 12 ഇയേഴ്സ് ആണ്. ഗെയിനിങ് കോമ്പറ്റൻസ് ഇൻ സ്കൂൾ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ഫിഫ്ത്ത് സ്റ്റേജ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. 12 to 18 ഇയേഴ്സ് ആണ്. ഡെവലപ്പിംഗ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇത്രയാണ് എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. മറ്റൊരു തിയറിയാണ് ലോറൻസ് ഗോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി. മോറൽ ഡെവലപ്മെൻറ്റ് തിയറി. ഇവിടെ ഡെവലപ്മെൻറ്റ് ഓഫ് മോറൽ റീസണിങ്ങിനാണ്. സെൽഫ് ഇൻട്രസ്റ്റ്, കോൺസിക്വൻസസ് ഡിറ്റർമൈൻ റൈറ്റ് ഓർ റോങ്. അപ്പോൾ അതാണ് മോറൽ ഡെവലപ്മെൻറ്റ്. സെൽഫ് ഇൻട്രസ്റ്റ്, കോൺസിക്വൻസസ് ഡിറ്റർമൈൻ റൈറ്റ് ഓർ റോങ്. ഇവിടെ പറയുന്നത് ലെവൽസ് ആൻഡ് സ്റ്റേജസ് ആണ്. ഇവിടെ ഓരോ 3 ലെവൽ പറയുന്നുണ്ട്. ഓരോ ലെവലിലും 2 സ്റ്റേജാണ് വരുന്നത്. ലോറൻസ് ഗോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് മോറൽ റീസണിംഗ് ആണ്. സെൽഫ് ഇൻട്രസ്റ്റ്, കോൺസിക്വൻസസ് ഡിറ്റർമൈൻ റൈറ്റ് ഓർ റോങ്. ഇവിടെ 3 ലെവലാണ്. പ്രീ കൺവെൻഷനൽ ലെവൽ, കൺവെൻഷനൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ. അങ്ങനെ 3 ലെവലാണ് ഈ ഒരു ലോറൻസ് ഗോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയിലുള്ളത്. അതിൽ ഓരോ ലെവലിലും 2 സ്റ്റേജസ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം. പ്രീ കൺവെൻഷനൽ സ്റ്റേജ് അപ് ടു ഏജ് 9 ആണ്. ഇതിൽ വരുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻ്റ് ആണ്. അതായത് ഫോളോ റൂൾസ് ടു അവോയ്ഡ് പണിഷ്മെൻറ്റ്. റൂൾസ് ഫോളോ ചെയ്യുക, പണിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് അവോയ്ഡ്സ് പണിഷ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് ആണ്. സെൽഫ് ഇൻട്രസ്റ്റ്, ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് ആണ് സെക്കൻഡ് സ്റ്റേജ്. ഇവിടെ വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ, വാട്ട് ബെനിഫിറ്റ് മീ, മ്യൂച്വൽ ബെനിഫിറ്റ്, അങ്ങനെ അതുണ്ടാവില്ല. അതായത് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേജ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നതാണ് കൺവെൻഷനൽ ലെവൽ. അഡോളസൻസ് ആൻഡ് അഡൽട്ട്സ് ആണ് ആ ഒരു ഏജ് ഗ്രൂപ്പ്. അഡോളസൻസ് ആൻഡ് അഡൽട്ട്സ് ആണ് കൺവെൻഷനൽ ലെവലിൽ വിടുന്നത്. അതിൽ വരുന്ന സ്റ്റേജ് ഫസ്റ്റ് 2 സ്റ്റേജ് ഫസ്റ്റ് ലെവലിൽ പറഞ്ഞു. തേർഡ് സ്റ്റേജ് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, അങ്ങനെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അതുപോലെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ, ലോ ആൻഡ് ഓർഡർ, മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. അടുത്തത് തേർഡ് ലെവലാണ് പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ. അവിടെ വരുന്നത് സം അഡൽട്ട്സ് ആണ്. സ്റ്റേജ് 5 എന്ന് പറയുന്നത് സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. സ്റ്റേജ് 6 യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, അബ്സ്ട്രാക്റ്റ് റീസണിങ് ആണ് അവിടെ. അപ്പം ലോറൻസ് ഗോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ 3 ലെവലും ഓരോ ലെവലിലും 2 സ്റ്റേജ് വീതമാണുള്ളത്. അങ്ങനെ 3 ലെവലും 6 സ്റ്റേജസും കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ലോറൻസ് ഗോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ്. അതിൽ 1 പ്രീ കോൺവെൻഷനൽ ലെവൽ, 2 കോൺവെൻഷനൽ ലെവൽ, 3 പോസ്റ്റ് കോൺവെൻഷനൽ ലെവൽ. ഓക്കെ.